ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഹരോൾഡ് പിൻ്ററാണ് അത് എഴുതിയിരിക്കുന്നത്. ഹരോൾഡ് പിൻ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റാണ്, റൈറ്ററാണ്, സ്ക്രീൻ പ്ലേ റൈറ്ററാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് അമേരിക്കൻ വിദേശ നയത്തെക്കുറിച്ചാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൃതി അദ്ദേഹം എഴുതിയതിന് അദ്ദേഹത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അമേരിക്കയെ കുറിച്ചു ഉള്ള കാര്യം തുറന്നു പറഞ്ഞു എന്നുള്ള ആ ഒരു കാരണത്താൽ അദ്ദേഹത്തിന് ഒരുപാട് ഭീഷണികൾ നേരിടേണ്ടി വന്നു. ഓക്കെ, അതിൻ്റെ ബാക്കിയാണ് പറഞ്ഞത്. അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറാഖിൻ്റെ അധിനിവേശത്തെക്കുറിച്ചാണ്. ഇറാഖിലേക്കുള്ള അമേരിക്കൻ അധിനിവേശത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൗസൻഡ്സ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിൾ വർ കിൽഡ് ബൈ ദ ബ്രൂട്ടാലിറ്റി ഓഫ് ദ അമേരിക്കൻ സോൾജിയേഴ്സ്. ഇനി പറയാനുള്ളത്, വി ഹാവ് ബ്രോട്ട് ടോർച്ചർ, ക്ലസ്റ്റർ ബോംബ്സ്, depleted uranium, innumerable acts of random murder, misery, degradation and death to the Iraqi people. അപ്പോൾ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഇറാഖിനുണ്ടാക്കിയത്? ടോർച്ചർ, ക്രൂരമർദ്ദനങ്ങൾ. ഇന്നിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, തിരുവനന്തപുരത്ത് ഒരു കുട്ടി സ്വന്തം അമ്മയെ ഉപദ്രവിക്കുക, അന്നേരം സോഷ്യൽ മീഡിയയിൽ വൈറലായി. അതിനുശേഷം ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു, ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവസാനം ആ കുട്ടിയുടെ ഉമ്മ ജയിലിലെത്തി, എൻ്റെ അതില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് ഉമ്മൻ്റെ സ്നേഹമാണത്, പക്ഷെ മക്കൾക്ക് അതറിയില്ല. ഓക്കെ, വി ഹാവ് ബ്രോട്ട് ടോർച്ചർ, മർദ്ദനങ്ങൾ. വി എന്ന് പറയുന്ന അമേരിക്കക്കാരനാണ്, നമ്മുടെ ഹരോൾഡ് പിൻ്ററും അമേരിക്കക്കാരനാണ്. അപ്പോൾ അമേരിക്കക്കാർ അവിടെ മർദ്ദനങ്ങൾ, ക്ലസ്റ്റർ ബോംബ്സ്, ഒരുപാട് ബോംബ് കൂമ്പാരങ്ങൾ, ഡിപ്ലീറ്റഡ് യുറേനിയം നിങ്ങൾക്കറിയാം, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്, ഇന്യൂമറബിൾ ആക്ട്സ് ഓഫ് റാൻഡം മർഡർ, ഒരുപാട് ആളുകളെ കൊന്നൊടുക്കി, മിസറി, ദുരിതങ്ങൾ. അപ്പോൾ ആ ഒരു യുദ്ധം ഉണ്ടാവാൻ പണിയൊന്നുമില്ല. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ ആകെ ദുരിതമായിരിക്കും. ഭക്ഷണം കിട്ടാനുണ്ടാവില്ല, വെള്ളം കിട്ടാനുണ്ടാവില്ല, നല്ല വെള്ളം കിട്ടാനുണ്ടാവില്ല. ഓക്കെ, പട്ടിണി കിടന്ന് കുറേ ആൾക്കാർ മരിക്കും. ഡിഗ്രഡേഷൻ, അധപ്പതനം ആൻഡ് ഡെത്ത് ടു ദ ഇറാഖി പീപ്പിൾ. ഇറാഖി ജനങ്ങളെ കൊല്ലുകയാണ് ചെയ്തത്. ആൻഡ് കോൾ ഇറ്റ് ബ്രിങ്ങിങ് ഫ്രീഡം ആൻഡ് ഡെമോക്രസി ടു ദ മിഡിൽ ഈസ്റ്റ്. എന്നിട്ട് അതിനെ വിളിക്കുക, എന്താ പറയുന്നത് അതിന്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജനാധിപത്യം ഞങ്ങൾ നേടിക്കൊടുക്കുകയാണ് എന്ന് അതിന് പേരിട്ട് കൊടുത്തു. ഇത്തരം അതിക്രമങ്ങൾ കാണിച്ചു കൂട്ടിയിട്ട് എന്നിട്ട് എന്താ പറയുന്നത്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ജനാധിപത്യവും നേടിക്കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് അതിനെ പേരിട്ട് വിളിച്ചു. How many people do you have to kill before you qualify to be described as a mass murderer and a war criminal? എത്രത്തോളം ജനങ്ങളെ കൊന്നാലാണ് നിങ്ങളെ ഒരു കൊലപാതകി എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒരു യുദ്ധ കുറ്റം ചെയ്ത ആൾ എന്ന് വിളിക്കേണ്ടത്? എത്രത്തോളം ആളുകളെ കൊന്നാലാണ്? ഇത്രയും ആളുകളെ കൊന്നിട്ടും നിങ്ങളതൊന്നും വിളിക്കാൻ പറ്റൂലേ? മാസ് മർഡറർ. ഓക്കെ, ജനഹത്യയാണ്. ആൻഡ് എ വാർ ക്രിമിനൽ, യുദ്ധ കുറ്റം ചെയ്ത ആൾ. 100,000 എന്താണ്? 1000, അതായത് 100,000 ജനങ്ങളെ കൊല്ലണോ? അതിന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ കൊല്ലണോ ഇതിങ്ങനെ വിളിക്കണമെങ്കിൽ? ഐ വുഡ് ഹാവ് തോട്ട്, ഞാനത് ചിന്തിച്ചിട്ടുണ്ടാവും. Therefore it is just that Bush and Blair be arraigned before the International Criminal Court of Justice. ജോർജ് ബുഷ് അന്നത്തെ ഇറാഖിൻ്റെ അധിനിവേശ സമയത്ത്
അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു ജോർജ് ബുഷ്. ടോണി ബ്ലെയർ അതേ സമയം തന്നെ നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇവരെ രണ്ടാളെയും ശരിക്കും എന്ത് ചെയ്യണം? ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ ഹാജരാക്കണം. ഇവരാണ് കുറ്റവാളികൾ. ഓക്കെ. ബട്ട് ബുഷ് ഹാസ് ബീൻ ക്ലെവർ. പക്ഷെ ഈ ജോർജ് ബുഷ് എന്താണ്? ബുദ്ധിമാനാണ്. He has not ratified the International Criminal Court of Justice. Therefore, if any American soldier or for that matter politician finds himself in the dock, Bush has warned that he will send in the Marines. ഈ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ മുന്നിൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ സോൾജിയറെയോ ഏതെങ്കിലും ഒരു അമേരിക്കൻകാരനെയോ ചോദ്യം ചെയ്യുകയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് ഫൈൻഡ്സ് ഹിംസെൽഫ് ഇൻ ദ dock. Bush has warned that he will send in the Marines. അവിടെ അവരെ കപ്പലിൽ പറഞ്ഞേക്കുന്നു. അവരെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ജോർജ് ബുഷ് ആദ്യമായി അവരെ വാൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അമേരിക്കക്കാർക്ക് ഈ യുദ്ധക്കുറ്റങ്ങളൊന്നും ബാധകമല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കക്കാരെ അവരൊന്നും ചെയ്യൂല. ബട്ട് ടോണി ബ്ലെയർ ഹാസ് റാറ്റിഫൈഡ് ദ കോർട്ട് ആൻഡ് ഈസ് ദെർഫോർ അവൈലബിൾ ഫോർ പ്രോസിക്യൂഷൻ. എന്നാൽ ടോണി ബ്ലെയർ അങ്ങനല്ല. ടോണി ബ്ലെയറെ വേണമെങ്കിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് വിചാരണ ചെയ്യാൻ പറ്റും കോർട്ടിൽ. വി ക്യാൻ ലെറ്റ് ദ കോർട്ട് ഹാവ് ഹിസ് അഡ്രസ് if they are interested. ഓക്കെ. വേണമെങ്കിൽ ഈ ടോണി ബ്ലെയറെ അഡ്രസ്സ് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലേക്ക് കൊടുക്കാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് നമ്പർ 10 ഡൗണിങ് സ്ട്രീറ്റ്, ലണ്ടൻ. ടോണി ബ്ലെയറിൻ്റെ അഡ്രസ്സാണത്. നമ്പർ 10 ഡൗണിങ് സ്ട്രീറ്റ്, ലണ്ടൻ. പോയി പിടിച്ചോളൂ. കളിയാക്കി പറയാണ്. ഡെത്ത് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഈസ് ഇറലവൻറ്റ്. ഈ ഒരു സാഹചര്യത്തിൽ മരണം എന്ന് പറയുന്നത് ഒരു ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബോത്ത് ബുഷ് ആൻഡ് ബ്ലെയർ പ്ലേസ് ഡെത്ത് വെൽ അവേ ഓൺ ദ ബാക്ക് ബേണർ. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ശരിക്ക് ജോർജ് ബുഷും ടോണി ബ്ലെയറും തന്നെയാണ്. അറ്റ്ലീസ്റ്റ് 1 lakh Iraqis were killed by American bombs. ഏകദേശം 1 ലക്ഷം ഇറാഖി സോൾജിയേഴ്സ് എന്നെങ്കിലും അല്ലെങ്കിൽ ഇറാഖി പീപ്പിൾ തന്നെയെങ്കിലും അമേരിക്കൻ ബോംബ് കൊണ്ടും മിസൈൽ കൊണ്ടും മരണപ്പെട്ടിട്ടുണ്ട്. ബിഫോർ ദ ഇറാഖ് ഇൻസർജൻസി ബിഗാൻ. ദീസ് പീപ്പിൾ ആർ ഓഫ് നോ മൊമെൻറ്റ്. എന്ത് പഴിച്ചിട്ടാണ് അവർ ഈ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ഇറാഖി ജനങ്ങളെ എന്തിനാണ് ഇവരെ കൊന്നത്? Their deaths don't exist. അവരുടെ മരണം ഇപ്പോഴില്ല. എന്ന് പറയാൻ കാരണം എന്താ? There is no record of their death anywhere. എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ലക്ഷക്കണക്കിന് ഇറാഖി ജനങ്ങൾ മരണപ്പെട്ടു പോയി. ആര് പറയുന്നു? ആര് ചോദിക്കുന്നു? They are blank. ഈവൻ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി. ആ സമയത്ത് വലിയ പെരുന്നാളുടെ അന്ന് ജോർജ് ബുഷിൻ്റെ പട്ടാളം തൂക്കിലേറ്റി കഴിഞ്ഞു അല്ലേ? ആര് ചോദിക്കുന്നു? എന്തിന് ചെയ്തു? ആരും ചോദിക്കാനില്ല. They are not even recorded as being dead. ഈ മരിച്ച ആളുകളൊന്നും മരിച്ചതായിട്ട് തന്നെ റിപ്പോർട്ടില്ല. We don't do body counts. കാരണം മരണപ്പെട്ട ആളുകളുടെ മൃതശരീരം നമ്മൾ എണ്ണാറില്ല. said the American General Tommy Franks. അതാരാ? വെറും ഹെറോൾഡ് പിൻ്ററല്ല പറഞ്ഞത്. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള ടോമി ഫ്രാങ്ക്സ് എന്ന് പറയുന്ന ആളാണ് അങ്ങനെ പറഞ്ഞത്. എന്താണ്? ഒരു സൈനികനാണ്. വി ഡോണ്ട് ഡു ബോഡി കൗണ്ട്സ്. നമ്മളങ്ങനെ ശരിയാണ്. പോരാ അത്രയേ ഉള്ളൂ. Early in the invasion, there was a photograph published on the front page of British newspapers of Tony Blair.
കിസ്സിങ് ദ ചീക്ക് ഓഫ് എ ലിറ്റിൽ ഇറാഖി ബോയ്. ഇൻവേഷന് തൊട്ട് മുമ്പായിട്ട് ഒരു പത്രത്തിലൊരു പേജിൽ എന്താണ് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൽ ടോണി ബ്ലെയർ, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയർ ഇറാഖി ബാലനെ ചുംബിക്കുന്ന, കവിളിൽ ചുംബിക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു. എ ഗ്രേറ്റ്ഫുൾ ചൈൽഡ് എന്നിട്ട് എഴുതിയാണ് എ ഗ്രേറ്റ്ഫുൾ ചൈൽഡ്. എന്താണ് പിന്നെ എന്താണ് ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ സന്തോഷവാനായ അല്ലെങ്കിൽ നന്ദിയുള്ള കുട്ടി എന്നുള്ള അർത്ഥം. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ദർ വാസ് എ സ്റ്റോറി ആൻഡ് ഫോട്ടോഗ്രാഫ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റോറി, ഒരു കഥയും ഒരു ഫോട്ടോഗ്രാഫും വന്നു. ഓൺ ആൻ ഇൻസൈഡ് പേജ് ഓഫ് അനദർ 4-year-old ബോയ് വിത്ത് നോ ആംസ്. കയ്യിലൊന്നുമില്ലാത്ത, ഓക്കെ, വെപ്പണൊന്നുമില്ലാത്ത വേറൊരു 4 വയസ്സുള്ള കുട്ടി, ഇറാഖി ബാലൻ ആ പത്രത്തിൻ്റെ 4-ാം പേജിൽ വന്നു. ഹിസ് ഫാമിലി ഹാഡ് ബീൻ ബ്ലോൺ അപ്പ് ബൈ എ മിസൈൽ. ഒരു മിസൈൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ മൊത്തം തകർത്തു കഴിഞ്ഞു. ഹി വാസ് ദ ഓൺലി സർവൈവർ. ആ കുട്ടി മാത്രമാണ് ബാക്കിയായത്, അവശേഷിച്ചത്. വെൻ ഡു ഐ ഗെറ്റ് മൈ ആംസ് ബാക്ക് ഹി ആസ്ക്ഡ്. അപ്പം അങ്ങനെ ആ കുട്ടി ചോദിക്കുന്നത് ഇതാണ്, എനിക്ക് ആ ആയുധം എന്നാണ് തിരിച്ചു കിട്ടുക. ദ സ്റ്റോറി വാസ് ഡ്രോപ്ഡ്. ആ കഥ അവിടെ അവസാനിക്കാം. വെൽ, ടോണി ബ്ലെയർ വാസ് ഇൻ ടു ഹോൾഡിങ് ഹിം ഇൻ ഹിസ് ആംസ്, nor the body of any other mutilated child, nor the body of any bloody corpse. ഇവിടെ ആംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആയുധം എന്നല്ല കേട്ടോ. ഇവിടെ ആംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും കൈ തന്നെയാണ്. കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നത് എൻ്റെ കൈ എന്നാണ് തിരികെ കിട്ടുക എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ആ കഥ അവസാനിക്കുകയാണ്. ടോണി ബ്ലെയർ വാസ് ഇൻ ഹോൾഡിങ് ഹിം ഇൻ ഹിസ് ആംസ്. ടോണി ബ്ലെയർ ആ കുട്ടിയെ കയ്യിൽ പിടിക്കുന്നില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു കയ്യോ കാലോ അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾ നഷ്ടപ്പെട്ട കുട്ടിയെ തൊടുന്നു പോലും ടോണി ബ്ലെയർ ചെയ്യുന്നില്ല. നോർ ദ ബോഡി ഓഫ് എനി ബ്ലഡി കോപ്സ്. ശരീരം, അതായത് രക്തം വാർന്നൊലിക്കുന്ന ശരീരത്തിലൊന്നും അവിടെ ടോണി ബ്ലെയർ തൊടുന്നില്ല. ബ്ലഡ് ഈസ് ഡർട്ടി. കാരണം അദ്ദേഹത്തിന് അറിയാം ബ്ലഡ് എന്ന് പറയുന്നത്